അപ്പോൾ ഇന്ന് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ കാണുന്നതിന് വേണ്ടി. അവരിന്നിപ്പം അവർ വിജയിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ അവർ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ഗവൺമെൻറ് സീറ്റ് നേടി അവർ പഠനം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ വർഷം എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? പരിചയപ്പെടുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പം എവിടെ മോളുടെ പേരെങ്ങനെ? ഗൗരി. എവിടുന്നാ വരുന്നത്? തിരുവല്ല. അഞ്ജന. അഞ്ജന മലപ്പുറം. ഹണി മരിയ പാല. യാമിനി കൊല്ലം. കീർത്തന കണ്ണൂർ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും തന്നെ ഉണ്ട് നമ്മളോടൊപ്പം അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ എൻട്രൻസിന് കഴിഞ്ഞ വർഷത്തെ ആ ഒരു പഠന രീതിയും ഈ എൻട്രൻസിന് ഇവിടെ നമ്മുടെ MBBS ഇവിടെ ചേർന്ന് കഴിഞ്ഞപ്പോഴും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാമോ? എൻട്രൻസിന് കുറച്ചും കൂടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കണേ. ഇവിടെ കുറച്ചും കൂടി പ്രാക്ടിക്കൽസും അങ്ങനെ കുറച്ചും കൂടി രസകരമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം മോഡൽ എക്സാം സീരീസ് ഒക്കെ ആരംഭിച്ചപ്പോൾ അല്ലെങ്കിൽ വീക്കിലി എക്സാം ഒക്കെ നടന്നപ്പോൾ നമുക്ക് പല മാർക്കുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം അഞ്ജനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും നമുക്ക് കുറഞ്ഞ മാർക്കിൽ നിന്ന് കയറിയത് അല്ലെങ്കിൽ കിട്ടിയ മാർക്കിൽ നിന്ന് കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്ത് ഇന്ന് ഇപ്പോൾ ഒരു ഗവൺമെൻറ് സീറ്റിലെത്തി നിൽക്കുന്നു. അതിനെപ്പറ്റി പറയാൻ എന്താ? ആദ്യമൊക്കെ എക്സാം എഴുതുമ്പോൾ 500, 600 അത്രയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ചിലത് നല്ലോണം മാർക്ക് കുറവാകും എക്സാം ടഫ് ആകുമ്പോൾ, പിന്നെ ഇടയ്ക്ക് നല്ലോണം മാർക്ക് കൂടും, അങ്ങനെയാണ്. പക്ഷെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പിന്നെ അവസാനമായപ്പോഴേക്കും മോഡൽ എക്സാം വന്നപ്പോൾ ചിലതിൽ മാർക്ക് കുറവായിരുന്നു, പക്ഷെ എന്നാലും ചെയ്യാൻ പറ്റുന്നുള്ളൊരു നമ്മുടെ ഇപ്പം മോഡൽ എക്സാം നടക്കുമ്പോൾ നമുക്ക് യൂണിറ്റുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് യൂണിറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരേണ്ടത്? അതാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്. ഞാൻ ബ്രില്യൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പഠിച്ചത്, അപ്പോൾ അത് ഫോളോ ചെയ്താൽ മതി. അതാണ് എന്നുവെച്ചാൽ ഓരോ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ അത് എക്സാമിനെ ഇവാലുവേറ്റ് ചെയ്യണം. അനാലിസിസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൻസർ കീ ഒക്കെ പബ്ലിഷ് ചെയ്ത് അതിന്റെ ഡിസ്കഷൻ ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഈ വർഷം എഴുതാൻ പോകുന്നവരോട് അഞ്ജനയ്ക്ക് പറയാനുള്ള എന്താ? ഇപ്പോൾ പഠിക്കുമ്പോൾ ഡെയിലി പോർഷൻസ് ഡെയിലി പഠിച്ചു പോവാ. എക്സാമിന് ഉള്ളത് പഠിക്കുക, പക്ഷെ ഡെയിലി പോർഷൻസ് ഒരിക്കലും മിസ്സാക്കാണ്ട് പോവുക. പെൻഡിങ് വരുന്നതൊക്കെ തീർത്ത്. അഞ്ജനയുടെ ഒരു മോഡൽ ഷെഡ്യൂളിനകത്തുള്ള ഒരു ടൈം ടേബിൾ ഒന്ന് പറയാമോ? ഒന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ബയോളജി എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടുതൽ സമയം കൊടുത്താണ് പഠിച്ചത്. ബയോളജി ഒഴിവാക്കിയില്ല, വായിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കൂടുതൽ സമയം ഫിസിക്സിനും കെമിസ്ട്രിക്കും കൊടുത്തു. ബയോളജി അതിൻ്റെ ഒപ്പം കുറച്ച് വായിച്ചു പോവായിരുന്നു. NCERT വായിക്കുന്നതിനെ പറ്റി എങ്ങനെ വേണം? ബയോളജി NCERT ആയിരുന്നു വായിച്ചത്. അതെങ്ങനെ വായിക്കണം? ലൈൻ ബൈ ലൈൻ വായിക്കണം, എല്ലാം നോക്കി. എല്ലാ ഇമ്പോർട്ടൻ്റ് ഡയഗ്രാംസും പിക്ചേഴ്സും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ എക്സാം എഴുതുമ്പോൾ അത് ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ മനസ്സിലായേ. അപ്പോൾ എല്ലാം നോക്കി പോവാ. എല്ലാം ഇമ്പോർട്ടൻ്റ്, സമ്മറി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ ഫിസിക്സ് ഞാൻ കൂടുതൽ അവിടുത്തെ ക്ലാസ് നോട്ട്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതും നോക്കിയിട്ട് പിന്നെ തിയറി പാർട്സ് മാത്രം ഇങ്ങനെ വായിച്ചു പോവുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കെമിസ്ട്രി ടെക്സ്റ്റ് റെഫർ ചെയ്ത്. അപ്പോൾ ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസക്കാലം എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം സീരീസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയ ഒരു സ്ട്രെസ്, സ്ട്രെയിൻ, അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടെൻഷനൊക്കെ ഓവർകം ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ എക്സാം എങ്ങനെയാണ് കുട്ടികൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അവർ മുന്നോട്ടേക്ക് കടന്നു പോകേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മുടെ ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞാൻ മെയിനായിട്ടും ബയോളജിയിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ദിവസവും ബയോളജി കൂടുതൽ സമയം കൊടുക്കുമായിരുന്നു. ഫിസിക്സും അവിടുത്തെ നോട്ട്സ് ഉപയോഗിച്ച്. കെമിസ്ട്രിയാണ് എനിക്ക് കുറച്ച് പാടായിട്ടുള്ളത്. അപ്പോൾ ഈ അറിയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം മാക്സിമം കവർ ചെയ്തു. ഒട്ടും മനസ്സിലാവില്ല എന്നുള്ള കാര്യങ്ങളാണ്, അത് ഞാൻ കുറച്ച് വിട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് യാമിനിക്ക് എന്തൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്? കൂടുതലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണുമ്പോഴായിരുന്നു മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയായിരുന്നു അറ്റൻഡ് ചെയ്യേണ്ടതെന്ന്. അതുവരെ ഒരു പിടിയില്ലാണ്ടിരിക്കുമായിരുന്നു. അപ്പം ഓരോ ക്വസ്റ്റ്യൻ വീഡിയോ ഇട്ടുമ്പോഴും അത് കണ്ട് അതിൻ്റെ കൂടെ ചെയ്തു പോകുമ്പം കുറേ കൂടെ ഒക്കെ ക്ലിയർ ആയി കോൺസെപ്റ്റ്. മോഡൽ എക്സാം ആയപ്പോഴത്തേക്കെല്ലാം ഒന്ന് സെറ്റായി. എന്താ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന മെയിൻ ആയിട്ടുള്ള ഒരു 3 ടിപ്പുകൾ പറയും? ഇനിയിപ്പം അടുത്ത എക്സാമിൻ സീരീസിലേക്ക് കടക്കുമ്പം അവർ മനസ്സിൽ കരുതേണ്ട ഒരു 3 ടിപ്പുകൾ. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ അല്ല എക്സാം ഒന്നും ഒഴിവാക്കാണ്ടിരിക്കുക. എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെൻറ്റുമായിട്ടൊക്കെ അങ്ങ് ഓക്കെ ആയി വന്നോളും. തുടക്കമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, കുറേ എക്സാം ഇടുമല്ലോ, അപ്പോഴത്തേക്കെല്ലാം ശരിയാവണം. എനിക്ക് ശരിയായി. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് യൂണിറ്റ് എക്സാം ആണ്. അപ്പോൾ യൂണിറ്റ് എക്സാമിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു യൂണിറ്റിൽ 8 അല്ലെങ്കിൽ 9 ചാപ്റ്റേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം പഠിച്ചു തീർത്തിട്ട് എങ്ങനെ എക്സാം എഴുതാൻ പോവാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടാണോ എക്സാം എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് തീർക്കാൻ പറ്റാറുണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊന്ന്. എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്കെല്ലാം തീർക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല. നീറ്റിന് മുമ്പാണെങ്കിൽ തന്നെയും മജോറിറ്റി റിവൈസ് ചെയ്യാൻ പറ്റി. എന്നാലും കുറച്ചൊക്കെ ഞാൻ പണ്ട് പഠിച്ച ഓർമ്മയിൽ നിന്നാണ് വെച്ചാണ് ഞാൻ എഴുതിയത്. അപ്പം മൊത്തം പഠിച്ചു തീർക്കാൻ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അത് പിന്നെ ജസ്റ്റ് റിവിഷൻ മാത്രം വേണ്ടുന്ന രീതി പഠിച്ചു പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു യൂണിറ്റ് എക്സാം നടക്കുമ്പോഴുള്ള ഷോർട്ട് നോട്ട്സിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ്. ഞാൻ ഫിസിക്സിന് ഫോർമുല ബുക്ക് വെച്ചിരുന്നു. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഫോർമുലാസും പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന തിയറി മാത്രം ജസ്റ്റ് വൺ സെൻറ്റൻസിലുള്ള അത് ഞാൻ എഴുതി സൂക്ഷിച്ചിരുന്നു. പിന്നെ കെമിസ്ട്രിക്ക് ഞാൻ ഓർഗാനിക്കിൻ്റെ എഴുതാൻ നോക്കിയിരുന്നു, പക്ഷെ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ബയോളജി ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇങ്ങനെ ഇപ്പം വലിയ ചാപ്റ്റർ ആണെങ്കിൽ ജസ്റ്റ് കൺസൈസ് ആയിട്ട് ചെറിയ പേപ്പറിൽ എഴുതിയത് ടെക്സ്റ്റിൽ തന്നെ പിൻ ചെയ്ത് വെച്ച് ഞാൻ വായിക്കുമായിരുന്നു. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പം ഗൗരിയോട് നമുക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒറിജിനൽ ഒരു നീറ്റ് എക്സാം എഴുതിയ ആ ഒരു സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ആ എക്സാമിൻ്റെ ടൈം മാനേജ്മെൻറ്റ് നടത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കറിയാവുന്ന സാധനങ്ങളൊക്കെ വരുള്ളൂ. സോ അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ച് ടെൻഷനേ അടിക്കേണ്ട. പിന്നെ ഇനിയിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറിയത്തില്ല എങ്കിലും പാനിക് ആവാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെ ചെയ്ത് പോകുമ്പം നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തീർക്കുക. പിന്നെ സമയത്തിനനുസരിച്ച് നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് പിന്നെ റീവിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ടൈം മാനേജ്മെൻറ്റും ശരിയാവും, അധികം പാനിക്കും ആകില്ല. അപ്പോൾ നമ്മുടെ ഈ എക്സാം എഴുതിയ രീതിയെ പറ്റി എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട രീതിയെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി എക്സാം എഴുതിയ രീതിയെ പറ്റി നമുക്ക് 3 hours 20 minutes ആയിരുന്നു. സോ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 3 hours തീർക്കാവുന്ന രീതിയിലായിരുന്നു പേപ്പർ അറ്റൻഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നത്. സോ ആദ്യം ഞാൻ ബയോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, ബിക്കോസ് വെയിറ്റേജ് കൂടുതലായതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഫിസിക്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം കെമിസ്ട്രി എനിക്ക് കുറച്ച് ടഫായിരുന്നു. സോ ഫിസിക്സിനും ഞാൻ ഒരു അലോട്ടഡ് ടൈം ഒരു 1 hour കൊണ്ട് ഫിസിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെയാണ് സാവകാശം ടൈം എടുത്ത് കെമിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ടൈം മാനേജ് ചെയ്തത്. ഈ എക്സാമിൻ്റെ അടുത്തുള്ള നമ്മുടെ ഒരു റിഹേഴ്സൽ ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് റിഹേഴ്സൽ ടെസ്റ്റ് വരുമ്പം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വരും. അപ്പം നമ്മളെങ്ങനെ ഇത്രയും ചാപ്റ്ററുകൾ നമുക്ക് ഒരുമിച്ച് റിവിഷൻ നടത്താൻ പറ്റും? അതിനാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഷോർട്ട് നോട്ട്സ്, ഫോർമുല ഷീറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ലൈക്ക് നമ്മൾ കീ പോയിന്റ്സ് എഴുതി വെച്ചാൽ നമുക്കത് റിവൈസ് ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിളാണ്. സോ അതുകൊണ്ട് നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോഴേ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയാൽ എക്സാം ടൈമിൽ അത് കുറച്ചുകൂടെ എളുപ്പമാവും. ബ്രില്യൻറ്റിൽ കഴിഞ്ഞ ഒരു വർഷം ചെലവഴിച്ച ആ ഒരു എക്സ്പീരിയൻസ്, ബ്രില്യൻറ്റിലേക്ക് ആ ഒരു എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് കയറി വന്ന ആ ഒരു നിമിഷവും, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ക്ലാസ്സുകളും പിന്നെ എക്സാംസും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ എക്സാം എഴുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതുവരെയുള്ള എക്സ്പീരിയൻസ്, അത് ഏറ്റവും ബ്രീഫായിട്ട് ഒന്ന് ഷോർട്ടാക്കി എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ ഹോസ്റ്റലിലായിരുന്നു പോയത്. ഹോസ്റ്റലിൽ നിന്ന് അവിടുന്ന് നല്ല ഫ്രണ്ട്സിനായിരുന്നു കിട്ടിയത്. പിന്നെ ക്ലാസ്സിലേക്ക് വന്നു. ക്ലാസ്സൊക്കെ നല്ലതായിരുന്നു. വീക്കിലി എക്സാംസൊക്കെ നടന്നിരുന്നു. ആദ്യമൊക്കെ വീക്കിലി എക്സാംസിൽ നല്ല മാർക്കും റാങ്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനമാകുമ്പോൾ ഇയറിൻ്റെ അവസാനമാകുമ്പോൾ ഒക്കെയാണ് മാർക്ക് പറഞ്ഞത്. അപ്പം നല്ല ടെൻഷൻ അടിച്ചിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു ഞാൻ ടെൻഷൻ അടിച്ചിട്ട്. പിന്നെ മോഡലൊക്കെ തുടങ്ങിയപ്പോൾ ഇടയ്ക്കൊക്കെ മാർക്ക് കുറയും, ഇടയ്ക്ക് നല്ല മാർക്ക് ഉണ്ടാവും. മാർക്ക് കുറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് കരയാറുണ്ടായിരുന്നു. സാറുമാരെ കോൺഫിഡൻസിനെ കുറിച്ച് കുറേ പറഞ്ഞ് മോട്ടിവേറ്റൊക്കെ ചെയ്തിട്ട് അവസാനമൊക്കെ ഞാൻ എക്സാം എഴുതുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. 2-3 ദിവസം മുമ്പേ സാർ എടുക്കാൻ വന്നിട്ട്. അമ്മയുണ്ടായിരുന്നു അന്ന്. പിന്നെ അവസാനം ഇവിടെ വരെ എത്തി. നല്ല മാർക്കോട് കൂടി തന്നെ ഇവിടെ വരാൻ പറ്റി. മോഡൽ എക്സാംസിന് മാർക്കേ ആയിരുന്നില്ല ഫൈനൽ എക്സാമിന് വന്നത്. അതുകൊണ്ട് എന്തായാലും മോഡൽ എക്സാംസിന് മാർക്ക് നിങ്ങൾ നോക്കണ്ട, ഫൈനൽ എക്സാംസിൽ അതെന്തായാലും വ്യത്യാസം ഉണ്ടാവും. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും. അല്ലാണ്ട് ചില ആൾ പറയും നല്ല ബുദ്ധിയാണ്, അപ്പോൾ അവർക്ക് കുറച്ച് നോക്കിയാൽ മതി. അങ്ങനെയല്ല, ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രമേ എന്തായാലും കിട്ടുകയുള്ളൂ. അഞ്ജന, നമുക്ക് ബ്രില്യൻറ്റിലെ ആ ഒരു എൻട്രൻസ് എൻവയോൺമെൻറ്റ് എങ്ങനെ ഇരിക്കും, ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ റോസ് ഹോസ്റ്റലിലായിരുന്നു, ഡി ബ്ലോക്കിലായിരുന്നു ക്ലാസ്. അപ്പോൾ എൻ്റെ ബാച്ച് 619 ആയിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ ജിഷ മിസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നതിന് ഭയങ്കര താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ജിഷ മിസ്. കാരണം മിസ് ലൈക്ക് എല്ലാ ഫേസസിലും കൂടെ നിന്ന് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുപോലെ എൻ്റെ ഹോസ്റ്റൽ വാർഡൻ മെറിൻ മാം മിസ്സും അതെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. മിസ്സ് നമ്മൾ മാർക്ക് കുറയുമ്പോഴും മോഡലൊക്കെ ആയപ്പോൾ ചിലപ്പോൾ റാങ്കൊക്കെ ഭയങ്കരമായിട്ട് പിന്നിക്ക് പോകുമ്പോൾ മിസ്സ് വന്ന് കുഴപ്പമില്ല, അതൊക്കെ മാറും, ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മിസ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല കിട്ടിയ ഫ്രണ്ട്സും അതെ, ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. 2-3 പേർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കുറേ പേര് റിപ്പീറ്റിന് പോയിരിക്കുകയാണ് അങ്ങനെ. അപ്പോൾ
അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ പ്രത്യേകം പറയേണ്ടത് എൻ്റെ ഹോസ്റ്റലിലെ ചേച്ചിയായിരുന്നു, സുജാത ചേച്ചി. അപ്പോൾ ചേച്ചീനായിട്ട് ഭയങ്കര ഒരു ബോണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും വിളിക്കും, ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ചേച്ചി പോലും ഈ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും കിട്ടും, അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കണം, പഠിക്കണം നല്ലോണം എന്ന് പറഞ്ഞിട്ട് അത്രയും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവരോടൊക്കെ ഭയങ്കര താങ്ക്സ്. പിന്നെ ക്ലാസ്സിലാണെങ്കിലും സാർമാരും ടീച്ചേഴ്സും എല്ലാവരും ക്ലാസ്സസും ഡൗട്ട്സും ഒക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് തന്നിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഹണിക്ക് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനെ പറ്റിയുള്ള ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ക്ലാസ് AR07 ആയിരുന്നു ചാവറയിൽ. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ ജിഷ്ണു സാറായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് വളരെയധികം സപ്പോർട്ടീവായിരുന്നു. ഓരോരുത്തരെ എല്ലാവരും ഈക്വലായിട്ട് കൺസിഡർ ചെയ്ത് ഓരോ എക്സാം കഴിയുമ്പോഴും ഓരോരുത്തരെ വിളിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള എവിടം വരെ ആയി എന്നൊക്കെ അന്വേഷിക്കുകയും നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആക്കുമായിരുന്നു. ഒരു എക്സാമിന് ഇപ്പോൾ മാർക്ക് കുറഞ്ഞാലും നമ്മുടെ മാർക്ക് എടുത്ത് വെച്ച് അത് അനലൈസ് ചെയ്ത് നമുക്ക് ഇനിയിപ്പം എങ്ങനെ കൂട്ടാം എന്ന് പറഞ്ഞു തരികയും വഴികളെല്ലാം പറഞ്ഞു തരികയും ചെയ്തു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് ഈ സ്ട്രെസ്സുള്ള ഈ എൻട്രൻസ് കോച്ചിങ്ങിൽ മുന്നേറുവാനും നല്ല മാർക്ക് മേടിക്കാനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒപ്പം തന്നെ ഞങ്ങളെ പഠിപ്പിച്ച സബ്ജക്റ്റ് ടീച്ചേഴ്സ് അവരെല്ലാവരും തന്നെ എക്സാമിനെ എങ്ങനെ നേരിടണമെന്നും ടെൻഷൻ ആവേണ്ടെന്നും സംശയമുള്ള ഡൗട്ട്സ് എല്ലാം തന്നെ അവർ വളരെ ക്ഷമയോടെ തന്നെ ഇരുന്ന് ഞങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരികയും ഞങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഉറപ്പായിട്ടും വിജയത്തിൻ്റെ പുറകിൽ ബ്രില്യൻ്റെ ഫാക്കൽറ്റി ടീമിൻ്റെ വലിയൊരു പങ്കുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.